JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The MMF in a magnetic circuit is equal to the MMF in a magnetic circuit is equal to, അതായത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിലെ MMF ഡാഷിന് തുല്യമാണ്. ഏതിന് തുല്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, എഫക്റ്റീവ് കറണ്ട് ഫ്ലോ ടു ദ കോർ. The MMF in a magnetic circuit is equal to effective current flow to the core. അടുത്ത question. Which of the following types of charges on surface has position but not the dimensions? അതായത് ഈ ഉപരിതലത്തിലെ താഴെ പറയുന്ന ഏതുതരം ചാർജുകൾക്കാണ് സ്ഥാനമുള്ളത് എന്നാൽ അളവുകളില്ല? Which of the following types of charges on surface has position but not the dimensions? 4 ഓപ്ഷൻസ് ഉണ്ട് താഴെ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ്. അടുത്ത ക്വസ്റ്റ്യൻ. During thunderstorm a 50C charge is discharged between clouds. The time of discharge is 20 ms. Determine the lightning current. അതായത് ഈ ഇടിമിന്നലുള്ള സമയത്ത് മേഘങ്ങൾക്കിടയിൽ 50C ചാർജ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഡിസ്ചാർജ് സമയം 20 ms ആണ്. മിന്നൽ പ്രവാഹം നിർണ്ണയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് മിന്നൽ പ്രവാഹം? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഓപ്ഷൻ A, B, C, D ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, 2500 A ആണ് കറക്റ്റ് ആൻസർ. 2500 A. അടുത്ത ക്വസ്റ്റ്യൻ. A capacitor is charged from a battery. After fully charged the battery is removed and a identical uncharged capacitor is connected in parallel. The total energy of the combination is. അതായത് ഒരു ബാറ്ററിയിൽ നിന്നും ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന പൂർണ്ണമായും ചാർജ് ചെയ്ത ശേഷം ബാറ്ററി നീക്കം ചെയ്യുകയും സമാനമായ ഒരു ചാർജ് ചെയ്യാത്ത കപ്പാസിറ്റർ സമാന്തരമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. സംയോജനത്തിന്റെ ആകെ ഊർജം ആണ് ചോദിച്ചിട്ടുള്ളത്. The total energy of the combination is ഓപ്ഷൻ ബി, A, B, C, D ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2. ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Find the average current in an indicator if the total current in the inductor is 50A. അതായത് ഇൻഡക്ടറിലെ ആകെ കറണ്ട് 50A ആണെങ്കിൽ ഒരു സൂചകത്തിലെ ശരാശരി കറണ്ട് കണ്ടെത്തുക. ഒരു സൂചകത്തിലെ ശരാശരി കറണ്ട് എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ A, B, C, D ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, 25A. അടുത്ത ക്വസ്റ്റ്യൻ. During Faraday's electromagnetic induction experiment, the mechanical effort of movement of magnet near a coil produce electricity in that coil. This can be explained on the basis of dash. അതായത് ഈ ഫാരഡേയുടെ വൈദ്യുത കാന്തിക പ്രേരണ പരീക്ഷണത്തില് ഒരു കോയിലിനടുത്തുള്ള കാന്തത്തിന്റെ ചലനത്തിന്റെ യാന്ത്രിക ശ്രമം ആ കോയിലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി വിശദീകരിക്കുമ്പോൾ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. This can be explained on the basis of ഏതാണ്? ഓപ്ഷൻ A, B, C, D ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ലെൻസസ് ലോ ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. One lamp should be controlled from 6 different places. For that, how many intermediate and two-way switches are needed?
അതായത് ഒരു ഒരു ലാമ്പിനെ അതായത് 6 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നിയന്ത്രിക്കണം. അതിന് എത്ര ഇന്റർമീഡിയറ്റ് ടു വേ സ്വിച്ചുകൾ ആവശ്യമാണ്? അതിന് എത്ര ഇന്റർമീഡിയറ്റ് ടു വേ സ്വിച്ചുകൾ ആവശ്യമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. One lamp should be controlled from 6 different places. From that, how many intermediate and two way switches are needed? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? 4 intermediate and 2 way switch. 4 intermediate and 2 way switch. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റ് സ്വിച്ചീസ്, അതായത് പരിധി സ്വിച്ചിന്റെ പ്രയോഗം. ആപ്ലിക്കേഷൻ ലിമിറ്റ് സ്വിച്ചീസ്, ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റ് സ്വിച്ചീസ് ഡാഷ്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ, ഓട്ടോമാറ്റിക് ഡോർ കൺട്രോൾ. ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റ് സ്വിച്ചീസ് ഓട്ടോമാറ്റിക് ഡോർ കൺട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ. IE റൂൾ 88 ഡീൽസ് വിത്ത്, അതായത് IE നിയമം 88 കൈകാര്യം ചെയ്യുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഗാർഡിംഗ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഗാർഡിംഗ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. IE റൂൾ 88 ഡീൽസ് വിത്ത് ഗാർഡിംഗ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഷോർട്ട് ടൈം ടെമ്പറേച്ചർ റേറ്റിംഗ് ഓഫ് XIPE കേബിൾ? അതായത് ഈ XIPE കേബിളിന്റെ ഹ്രസ്വകാല താപനില റേറ്റിംഗ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വാട്ട് ഈസ് ദ ഷോർട്ട് ടൈം ടെമ്പറേച്ചർ റേറ്റിംഗ് ഓഫ് XIPE കേബിള്? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ, 130 ഡിഗ്രി സെൽഷ്യസ്. 130 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സംടൈംസ് 1 watt meter read negative when conducting 3-phase power measurement using 2 watt meter. When does it occur? അതായത് 2 വാട്ട് മീറ്ററുകൾ ഉപയോഗിച്ച് 3 ഫേസ് പവർ അളക്കുമ്പോൾ ചിലപ്പോൾ ഒരു വാട്ട് മീറ്റർ നെഗറ്റീവായി കാണപ്പെടും. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, വെൻ പവർ ഫാക്ടർ ഈസ് ലെസ് ദാൻ 0.5. എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ പവർ ഫാക്ടർ ഈസ് ലെസ് ദാൻ 0.5. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ ബി കണക്ട് ദ പ്രഷർ കോയിൽ ഓഫ് എ വാട്ട് മീറ്റർ ഈസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 പ്രഷർ കോയിൽസ്? അതായത് 2 പ്രഷർ കോയിലുകൾ അടങ്ങുന്ന ഒരു വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിൽ എങ്ങനെ ബന്ധിപ്പിക്കാം? പ്രഷർ കോയിൽ എങ്ങനെ ബന്ധിപ്പിക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഹൗ ക്യാൻ ബി കണക്ട് ദ പ്രഷർ കോയിൽ ഇൻ ഓഫ് എ വാട്ട് മീറ്റർ ഈസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 പ്രഷർ കോയിൽസ്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. A, B, C, D. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, സീരീസ് ഓർ പാരലൽ. സീരീസ് ഓർ പാരലൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർഗ്രേറ്റിംഗ് പ്രിൻസിപ്പിൾ ഇൻ ദ ഡിജിറ്റൽ മെഷർമെന്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് ഡാഷ്. അതായത് ഈ ഡിജിറ്റൽ അളവെടുപ്പിലെ സംയോജന തത്വം ഡാഷിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ്. ഏതിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചു. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വോൾട്ടേജ് ടു ഫ്രീക്വൻസി. ഇന്റഗ്രേറ്റിംഗ് പ്രിൻസിപ്പിൾ ഇൻ ദ ഡിജിറ്റൽ മെഷർമെന്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് വോൾട്ടേജ് ടു ഫ്രീക്വൻസി. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is are correct about Owen's bridge? അതായത് ഓവന്റെ പാലത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? 3 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരി? ഒന്ന് ആലോചിച്ച് നോക്കി. മെഷർമെന്റ് ഓഫ് അൺനോൺ ഇൻഡക്റ്റൻസ് 2, മെഷർമെന്റ് ഓഫ് ഇൻക്രിമെന്റൽ പെർമിബിലിറ്റി 3, മെഷർമെന്റ് ഓഫ് ഇൻക്രിമെന്റൽ ഇൻഡക്റ്റൻസ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരിയായിട്ടുള്ളത്? 3ഉം ശരിയായിട്ടുള്ളതാണ് അല്ലേ? 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. മെഷർമെന്റ് ഓഫ് അൺനോൺ ഇൻഡക്റ്റൻസ്, മെഷർമെന്റ് ഓഫ് ഇൻക്രിമെന്റൽ
പെർമബിലിറ്റി, മെഷർമെന്റ് ഓഫ് ഇൻക്രിമെന്റൽ ഇൻഡക്റ്റൻസ്. മൂന്നും ശരിയാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കാലിബ്രേഷൻ ഓഫ് വോൾട്ട്മീറ്റർ ഈസ് ഡൺ ത്രൂ. അതായത് ഈ വോൾട്ട്മീറ്ററിന്റെ കാലിബ്രേഷൻ നടത്തുന്നത് ത്രൂ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ്, ഡി ആണല്ലേ? എ പൊട്ടൻഷ്യോമീറ്റർ ആണല്ലേ? പൊട്ടൻഷ്യോമീറ്റർ. കാലിബ്രേഷൻ ഓഫ് വോൾട്ട്മീറ്റർ ഈസ് ഡൺ ത്രൂ പൊട്ടൻഷ്യോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ if an instrument has cramped scale for larger values then it follows. അതായത് വലിയ മൂല്യങ്ങൾക്ക് ഒരു ഉപകരണത്തിന് ഇടുങ്ങിയ സ്കെയിൽ ഉണ്ടെങ്കിൽ അത് ഇപ്രകാരമാണ്. എപ്രകാരമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എ, ബി, സി, ഡി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ? ലോഗരിഥമിക് ലോ ആണല്ലേ? If an instrument has cramped scale for larger values then it follows logarithmic law. അടുത്ത ക്വസ്റ്റ്യൻ if an alternating voltage source is connected to a power transformer its no load current would be. അതായത് ഒരു ഓൾട്ടറേറ്റിംഗ് വോൾട്ടേജ് സ്രോതസ് ഒരു പവർ ട്രാൻസ്ഫോമറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോഡ് ഇല്ലാത്ത കറണ്ട് ആയിരിക്കും ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? if an alternating voltage source is connected to a power transformer its no load current would be. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണല്ലേ? സിനുസോയിഡൽ ആൻഡ് ലാഗിംഗ് ദ വോൾട്ടേജ് ബൈ ലെസ് ദാൻ 90 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് എ ലാർജ് ട്രാൻസ്ഫോമർ ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ. അതായത് ഒരു വലിയ ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് നിയന്ത്രണം പ്രധാനമായും സ്വാധീനിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്, ലീക്കേജ് ഫ്ലക്സസ് ആൻഡ് ലോഡ് പവർ ഫാക്ടർ. ലീക്കേജ് ഫ്ലക്സസ് ആൻഡ് ലോഡ് പവർ ഫാക്ടർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.